ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ജീവികളുണ്ടെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഭീഷണി തോന്നിയാൽ വളരെ വിചിത്രമായി പ്രതിരോധിക്കുന്ന ചില അത്ഭുത ജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒക്ടോപ്പസ്. കടലിലെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ജീവികളിലൊന്നായ നീരാളികൾ തങ്ങളുടെ അതിജീവനത്തിനായി വിസ്മയകരമായ 2 പ്രതിരോധ തന്ത്രങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒന്ന് നിറം മാറ്റവും മറ്റൊന്ന് മഷിപ്രയോഗവും. നീരാളികളുടെ ചർമ്മത്തിനടിയിലുള്ള ക്രൊമാറ്റോഫോറുകൾ എന്ന പ്രത്യേക കോശങ്ങൾ വഴി നിമിഷനേരം കൊണ്ട് ചുറ്റുപാടിനനുസൃതമായി നിറവും തൊലിയുടെ ഘടനയും മാറ്റാൻ ഇവയ്ക്ക് സാധിക്കും. പാറകൾക്കിടയിലോ മണലിലോ പൂർണ്ണമായും മറഞ്ഞിരുന്ന് ശത്രുക്കളുടെ കണ്ണുവെട്ടിക്കാൻ ഈ കാമോഫ്ലാഷ് രീതി സഹായിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ മറ്റ് അപകടകാരികളായ ജീവികളുടെ രൂപം അനുകരിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. ഇനി ശത്രു തൊട്ടടുത്തെത്തിയാലോ? നീരാളി തൻ്റെ ശരീരത്തിലെ ഇങ്ക് സാക്കിൽ നിന്ന് കറുത്ത മഷി വെള്ളത്തിലേക്ക് ചീറ്റുന്നു. മെലാനിൻ അടങ്ങിയ ഈ മഷി വെള്ളത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ച് ശത്രുവിൻ്റെ കാഴ്ച മറയ്ക്കുന്നു. കൂടാതെ ഈ മഷിയിലെ എൻസൈമുകൾ വേട്ടക്കാരുടെ മണം പിടിക്കാനുള്ള ശേഷിയെ താൽക്കാലികമായി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഇരുട്ടിൻ്റെ മറവിൽ ജെറ്റ് പ്രൊപ്പൽഷൻ വഴി അതിവേഗം നീന്തി നീരാളികൾ രക്ഷപ്പെടുന്നു. എല്ലുകളില്ലാത്ത ശരീരമുള്ളതിനാൽ വളരെ ചെറിയ വിടവുകളിലൂടെ പോലും ഒളിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ദ മാന്റിസ് ഷ്രിംപ്. ഉഷ്ണമേഖലാ കടലുകളിലെ മണൽപ്പരപ്പിലും പവിഴപ്പുറ്റുകൾക്കിടയിലും പാറയ്ക്കുള്ളിലുമൊക്കെ ജീവിക്കുന്ന ഈ മാന്റിസ് ഷ്രിംപ് പ്രകൃതിയിലെ ഏറ്റവും ചെറിയ എന്നാൽ മാരകമായ ഒരു ആയുധ വിദഗ്ധനാണ്. വെറും ഒരു മനുഷ്യന്റെ കൈപ്പത്തിയോളം മാത്രം വലിപ്പമുള്ള ഈ മനോഹരമായ കൊഞ്ചിന് രക്ഷപ്പെടാൻ വിഷമോ മാരകമായ മുള്ളുകളോ ഒളിച്ചിരിക്കാനുള്ള കഴിവോ ഒന്നുമില്ല. പകരം ഇതുപയോഗിക്കുന്നത് പക്കാ ഫിസിക്സ് ആണ്. ഒരുപക്ഷെ നിങ്ങളൊരു ചെറിയ ജീവിയായി ഇതിനെ ചൊറിയാൻ നോക്കിയാൽ ഒരു ബുള്ളറ്റിനേക്കാൾ വേഗത്തിൽ വരുന്ന ഒരു പഞ്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് നമ്മുടെ മാംസം കരിക്കാനും എല്ലുകൾ പൊടിക്കാനും പോന്നതാണ്. ഈ കൊഞ്ചിൻ്റെ പ്രധാന പ്രതിരോധവും ആക്രമണവും ഒന്നുതന്നെയാണ്. ഇതിൻ്റെ ശരീരത്തിന് താഴെ ഒരു സ്പ്രിങ് പോലെ ചുരുട്ടിവെച്ചിരിക്കുന്ന 2 പ്രത്യേക അവയവങ്ങളുണ്ട്. അത് റിലീസ് ചെയ്യുമ്പോൾ സെക്കൻഡിൽ 23 മീറ്റർ വേഗത്തിൽ പുറത്തേക്ക് തെറിക്കും. അതായത് വെള്ളത്തിനടിയിൽ ഏകദേശം 50 മൈൽ വേഗത. ഇത് കാരണം വെള്ളത്തിനടിയിൽ ചെറിയ കുമിളകളുണ്ടാവുകയും അത് പൊട്ടിത്തെറിക്കുമ്പോൾ വലിയ ചൂടും വെളിച്ചവും ഒരു ഷോക്ക് വേവും ഉണ്ടാകുകയും ചെയ്യുന്നു. ആ ഒരു സെക്കൻഡിൽ അവിടെ സൂര്യൻ്റെ ഉപരിതലത്തിലെ അത്രയും ചൂടുണ്ടായിട്ടുണ്ട്. അതായത് 4700 ഡിഗ്രി സെൽഷ്യസ്. വേഗത മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത. ആ ഇടിയുടെ ശക്തി 1500 ന്യൂട്ടണിലധികം വരും. ദ ബൊംബാർഡിയർ ബീറ്റിൽ. ലോകമെമ്പാടുമുള്ള കാടുകളിലും പുൽമേടുകളിലും ഈ വണ്ടിനെ കാണാം. കാണാൻ വെറും സാധാരണ ഒരു കറുത്ത വണ്ടിനെ പോലെ ഇരിക്കുമെങ്കിലും ആരെങ്കിലും ഇതിനെ ചൊറിയാൻ വന്നാൽ ഇവൻ ഓടിപ്പോകുകയില്ല, ഒളിച്ചിരിക്കുകയുമില്ല. പകരം തിരിഞ്ഞു നിന്ന് ശത്രുവിനെ നോക്കി പിൻഭാഗത്ത് നിന്ന് ഒരു കെമിക്കൽ സ്ഫോടനം നടത്തും. നല്ല ചൂടുള്ള ഈ സ്പ്രേ അടിച്ചാൽ ശത്രുക്കൾ വേദന കൊണ്ട് പുളഞ്ഞ് ഓടും. ഇതാണ് ബൊംബാർഡിയർ ബീറ്റിൽ. പ്രകൃതിയിലെ ഏറ്റവും മികച്ച ഒരു കെമിക്കൽ വെപ്പൺ എഞ്ചിനീയറാണ് ഈ വണ്ട്. പേടി തോന്നുമ്പോൾ ഹൈഡ്രോക്വിനോൺ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ 2 കെമിക്കലുകൾ ഇതിൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു അറയിൽ വെച്ച് ഇവൻ മിക്സ് ചെയ്യും. ഇവ സാധാരണ നിലയിൽ പ്രശ്നക്കാരല്ലെങ്കിലും വണ്ടിൻ്റെ ശരീരത്തിലുള്ള ചില എൻസൈമുകളുമായി ചേരുമ്പോൾ വലിയ രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള, അതായത് തിളച്ച വെള്ളത്തിൻ്റെ അത്രയും ചൂടുള്ള ഒരു ദ്രാവകം തെറിക്കും. പക്ഷേ ഇതിലും വലിയൊരു കാര്യം കൂടിയുണ്ട്. ഈ വണ്ട് വെറുതെ ആ ദ്രാവകം ഒഴിക്കുകയല്ല ചെയ്യുന്നത്. സെക്കൻഡിൽ 500 തവണ എന്ന രീതിയിൽ വളരെ വേഗത്തിൽ ഇത് പമ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് വശത്തേക്കും തിരിച്ചു വെടിവെക്കാൻ ഇതിൻ്റെ ശരീരത്തിന് സാധിക്കും. പിന്നിലേക്കോ വശങ്ങളിലേക്കോ എന്തിന് മുന്നിലേക്ക് പോലും സ്പ്രേ ചെയ്യാൻ ഇതിന് സാധിക്കും. ഒരു തവളയോ ചിലന്തിയോ ഇതിനെ പിടിക്കാൻ വന്നാൽ നല്ല കൃത്യതയുള്ള ഒരു കെമിക്കൽ ആക്രമണമായിരിക്കും കിട്ടുക. ഇതിനെ തിന്നാൻ വരുന്ന തവളയ്ക്ക് വായ്ക്കുള്ളിൽ ഒരു ബോംബ് പൊട്ടിയതുപോലെയാണ്. അതോടെ തവള ഇതിനെ ഉടനെ തുപ്പിക്കളയും. ഏതാണ്ട് 500ഓളം തരത്തിലുള്ള ബൊംബാർഡിയർ വണ്ടുകൾ ലോകത്തുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ ഇവരെ തിരിച്ചറിയാൻ പാടാണ്. സ്പാനിഷ് ഡാൻസർ സീ സ്ലഗ്. കടലിനടിയിൽ നല്ല ചുവപ്പും ഓറഞ്ചുമൊക്കെ നിറത്തിൽ മനോഹരമായി ഒഴുകി നടക്കുന്ന ഒരു ജീവിയാണിത്. കാണാൻ നല്ല സോഫ്റ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ കയ്യിൽ ഒരു നല്ല കെമിക്കൽ വെപ്പണുണ്ട്. ആരെങ്കിലും ഇതിനെ തിന്നാൻ വന്നാൽ ആകെ കുഴപ്പമാകും. ഇതിൻ്റെ പേര് സ്പാനിഷ് ഡാൻസർ എന്നാണ്. ഈ ജീവി കടലിനടിയിലുള്ള വിഷമുള്ള സ്പോഞ്ചുകളെയാണ് തിന്നുന്നത്. ആ വിഷം ഇവൻ ശരീരത്തിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കും. ഇവൻ സ്വന്തമായി വിഷമുണ്ടാക്കാറില്ല. പകരം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വിഷം മോഷ്ടിച്ച് സ്വന്തം ശരീരത്തിൽ സൂക്ഷിക്കും. ആരെങ്കിലും കടിക്കാൻ വന്നാൽ ശത്രുവിൻ്റെ വായിലേക്ക് ഈ വിഷമെത്തും.
മീനുകളോ മറ്റോ ഇതിനെയൊന്ന് കടിച്ചാൽ ആ രുചി കാരണം അവർ പിന്നെ ഇതിന്റെ അടുത്തേക്ക് വരില്ല. ആ ജീവി പതുക്കെ രക്ഷപ്പെടുകയും ചെയ്യും. ലാബിൽ നടത്തിയ പരിശോധനകളിലും മീനുകൾ ഈ സ്ലഗിന്റെ അടുത്തേക്ക് പോകാൻ മടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിലും വലിയൊരു കാര്യം കൂടിയുണ്ട്. ഇവൻ തന്റെ കുഞ്ഞുങ്ങൾക്കും ഈ സുരക്ഷ നൽകും. മുട്ടയിടുന്ന സമയത്ത് ആ മുട്ടകളിലും ഈ വിഷം ഇവൻ നിറച്ചുവയ്ക്കും. ജനിക്കുന്നതിന് മുൻപേ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് സുരക്ഷ ഉറപ്പാക്കുന്നു. സ്ഥലത്തിനനുസരിച്ച് ഇതിന്റെ വിഷത്തിന്റെ അളവിലും മാറ്റമുണ്ടാകും. ശക്തിയോ വേഗതയോ ഒന്നുമില്ലെങ്കിലും ഇവൻ ഈ വിഷം ഉപയോഗിച്ച് രക്ഷപ്പെടും. ദ ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ്. കടലിനടിയിലെ മായാജാലക്കാരനാണിവൻ. മണലിൽ കിടക്കുമ്പോൾ മണലായി മാറും, ചെടിയിലിരിക്കുമ്പോൾ ചെടിയായി മാറും. ശത്രുക്കൾ വിചാരിക്കും അവിടെ ഒന്നുമില്ലെന്ന്. ഇതാണ് ഒക്ടോപ്പസിന്റെ കഴിവ്. ഇതിൽ തന്നെ ഏറ്റവും അപകടകാരിയാണ് ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ്. വെറുമൊരു ഗോൾഫ് ബോളിന്റെ വലിപ്പമേ ഇതിനുള്ളൂ. എങ്കിലും ഇവന്റെ കയ്യിലുള്ളത് മാരകമായ ആയുധമാണ്. പേടി തോന്നുമ്പോൾ ഇതിന്റെ ദേഹത്ത് നീല വളയങ്ങൾ തെളിയും. അതൊരു വാണിംഗ് ആണ്. ഇത് കണ്ടാൽ തന്നെ മൃഗങ്ങൾ മാറിപ്പോകും. അതിനെ വകവയ്ക്കാതെ വരുന്നവർ തീർച്ചയായും മരിക്കും. ഇതിന്റെ വിഷം ടെട്രോഡോടോക്സിനാണ്. ഇത് സയനൈഡിനേക്കാൾ 1200 മടങ്ങ് പവർഫുള്ളാണ്. ഒരൊറ്റ ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസിന്റെ കയ്യിൽ 26 മുതിർന്ന മനുഷ്യരെ കൊല്ലാനുള്ള വിഷമുണ്ട്. കടിച്ചു കഴിഞ്ഞാൽ മസിലുകൾ തളരുകയും ശ്വാസം മുട്ടുകയും ചെയ്യും. കടിയേറ്റാൽ വേദന തോന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. വേറെയും കഴിവുകൾ ഇതിനുണ്ട്. ചുറ്റുമുള്ള എന്തിൻ്റെയും നിറവും രൂപവും ഇതിനനുകരിക്കാൻ പറ്റും. ചെറിയ വിടവിലൂടെ പോലും ഇവന് നൂഴ്ന്നു കടക്കാൻ പറ്റും. അതുകൊണ്ട് ഇവനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. നീലവളയങ്ങൾ തിളങ്ങുന്നത് കാണുമ്പോഴായിരിക്കും പലപ്പോഴും ശത്രുക്കൾ അപകടം തിരിച്ചറിയുന്നത്. ഡൈവിംഗ് ചെയ്യുന്നവരോട് ഇതിനെ ഒരിക്കലും തുടരുത് എന്ന് പറയാറുണ്ട്. ഇതിനെ കാണാൻ നല്ല രസമാണെന്ന് കരുതി എടുത്തു നോക്കുന്നവർക്ക് പലപ്പോഴും മരണം സംഭവിക്കാറുണ്ട്. ദ മലേഷ്യൻ എക്സ്പ്ലോഡിംഗ് ആൻറ്റ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ മഴക്കാടുകളിൽ ഉറുമ്പുകളുടെ വലിയ പട തന്നെ മരങ്ങളിലും വള്ളികളിലുമൊക്കെ എപ്പോഴും ചുറ്റി നടക്കുന്നുണ്ടാകും. മിക്കവാറും ഉറുമ്പുകളെപ്പോലെ തന്നെ ഇവർ ആഹാരം തേടാനും കൂട് സംരക്ഷിക്കാനുമൊക്കെ മിടുക്കന്മാരാണ്. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ ആത്മഹത്യാപരമായ ഒരു പ്രതിരോധ രീതിയുള്ള ഒരിനമുണ്ട്. ശത്രുക്കൾ വളഞ്ഞാൽ ഈ ഉറുമ്പ് കടിക്കുകയോ ഓടിപ്പോകുകയോ ചെയ്യില്ല. പകരം അതങ്ങ് പൊട്ടിത്തെറിക്കും. മലേഷ്യൻ എക്സ്പ്ലോഡിംഗ് ഉറുമ്പിനെ പരിചയപ്പെടാം. ഭൂമിയിലെ തന്റെ അവസാന നിമിഷം ഒരു ലിവിംഗ് ലാൻഡ് മൈനായി മാറുന്നത്രയും ഭീകരമായ ഒരു രീതിയാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ ഉറുമ്പുകളുടെ ശരീരത്തിന് നീളത്തിൽ വലിയ ഗ്രന്ഥികളുണ്ട്. രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ ഇവർ വയറിലെ പേശികൾ നല്ല ശക്തിയിൽ സങ്കുചിപ്പിക്കും. അതോടെ ഈ ഗ്രന്ഥികൾ പൊട്ടി ഒട്ടിപ്പിടിക്കുന്ന ഒരു കെമിക്കൽ ദ്രാവകം എല്ലാ വശത്തേക്കും ചീറ്റും. ഈ സ്ഫോടനത്തിൽ പുറത്തുവരുന്ന വിഷാംശമുള്ള ദ്രാവകം അടുത്തുള്ള ശത്രുക്കളെ തളർത്തുകയോ കൊല്ലുകയോ ചെയ്യും. പ്രത്യേകിച്ച് ചെറിയ പ്രാണികൾക്കൊക്കെ ഇത് മാരകമാണ്. മഞ്ഞ നിറത്തിലുള്ള ഈ ദ്രാവകം നല്ല കയ്പുള്ളതും ആസിഡ് പോലെയുമാണ്. ഇത് ശരീരത്തിലെ മാംസം ദ്രവിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. പലപ്പോഴും ആക്രമിക്കാൻ വന്ന ജീവിയും ഉറുമ്പും ഒരുപോലെ ചത്തുപോകും. പക്ഷേ ഉറുമ്പ് എങ്ങനെയായാലും ചാവും എന്നതിനറിയാം. ഇതിന്റെ മൊത്തം ശരീരവും ഇവിടെ ഒരു ആയുധമാണ്. ഈ സ്ഫോടനം കാർട്ടൂണുകളിൽ കാണുന്നതുപോലെ വലിയ പുകയൊന്നുമുള്ളതല്ല. ഇത് വളരെ വേഗത്തിലാണ് നടക്കുന്നത്. പക്ഷേ കാട്ടിലെ ജീവികൾക്ക് ഇതൊരു മൈൻഫീൽഡിൽ കാലുവെക്കുന്നത് പോലെയാണ്. ഏതുറുമ്പാണ് പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതെപ്പോഴാണ് സംഭവിക്കുക എന്നും അറിയില്ല. മനുഷ്യരെയും ഇത് ബാധിക്കാമെത്രേ. നമുക്ക് വലിയ അപകടമുണ്ടാക്കാൻ മാത്രം വലിപ്പമൊന്നും ഈ ഉറുമ്പിനില്ലെങ്കിലും ഇവരുടെ സ്പ്രേ ദേഹത്തടിച്ചാൽ അലർജിയും ചൊറിച്ചിലും കണ്ണിന് അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെക്കുറിച്ച് പഠിക്കുന്ന ബയോളജിസ്റ്റുകൾ കണ്ണട വെച്ചും വളരെ സൂക്ഷിച്ചുമാണ് ഇവയെ കൈകാര്യം ചെയ്യുന്നത്. ദ കോൺ സ്നെയിൽ. മണലിനും കക്കകൾക്കുമിടയിൽ ഒളിച്ചിരിക്കുന്ന ഇവനെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഒച്ച് എന്നാണ് വിളിക്കുന്നത്. ഈ ഒച്ചുരെ കാണാൻ ഒരു പാവത്തെ പോലെ ഇരിക്കും. പക്ഷേ ആ ചിപ്പിക്കുള്ളിലുള്ളത് പ്രകൃതിയിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് നിമിഷനേരം കൊണ്ട് നമ്മുടെ ഹൃദയമിടിപ്പ് നിർത്താൻ ശേഷിയുള്ള വിഷം നിറച്ച ഒരു കുഞ്ഞു പല്ല് ആയുധമായി ഇവന്റെ കയ്യിലുണ്ട്. കൃത്യമായ കെമിക്കൽ ആക്രമണം വഴിയാണ് ഇവ ഇരകളെ കീഴടക്കുന്നത്. ഇതിന്റെ വിഷത്തിന് ഇതുവരെ ആന്റി വെനം കണ്ടുപിടിച്ചിട്ടില്ല. ഒരു തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നതുപോലെ ഇതിന്റെ ഒരു പല്ല് പുറത്തേക്ക് തെറിക്കും. അപകടം തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഇര പിടിക്കുമ്പോഴോ ഈ പല്ല് ശത്രുവിന്റെ ദേഹത്തേക്ക് തറപ്പിച്ചു കയറ്റും. മീനുകളൊക്കെ അപ്പോൾ തന്നെ തളർന്നു പോകും. പക്ഷേ വെറും മീനുകൾക്ക് മാത്രമല്ല ഇത് അപകടം. കോൺ സ്നെയിലുകൾ മനുഷ്യരെയും കൊന്നിട്ടുണ്ട്.
വെള്ളത്തിൽ നീന്തുന്നവരോ അല്ലെങ്കിൽ ചിപ്പി ശേഖരിക്കുന്നവരോ അറിയാതെ ഇതിനെ എടുത്തു നോക്കിയപ്പോഴാണ് അപകടങ്ങൾ സംഭവിച്ചത്. ഇതിന്റെ വിഷം നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. ഇത് മസിലുകളെ തളർത്തുകയും ശ്വാസം മുട്ടുകയും ചെയ്യും. ഈ ഒച്ചു കുത്തുമ്പോൾ വലിയ വേദനയൊന്നും അനുഭവപ്പെടില്ല. തളർന്നു വീഴുന്നതുവരെ കടിയേറ്റ കാര്യം പലരും അറിയാറുമില്ല. വിഷത്തിന്റെ അളവനുസരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കാം. പല കാര്യങ്ങൾക്കായി പലതരം വിഷങ്ങൾ ഇതിന്റെ കയ്യിലുണ്ട്. ചിലത് മസിലുകളെ ബാധിക്കും, ചിലത് തലച്ചോറിനെ ബാധിക്കും. സാഹചര്യത്തിനനുസരിച്ച് ഏത് വിഷം ഉപയോഗിക്കണം എന്ന് ഈ ഒച്ചിന് തീരുമാനിക്കാൻ പറ്റും. മനുഷ്യർക്കിതിന്റെ വിഷത്തിന് മരുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ചാലും പലപ്പോഴും ആളുകളെ രക്ഷിക്കാൻ പറ്റാറില്ല. രക്ഷപ്പെട്ടവർക്ക് തന്നെ ദിവസങ്ങളോളം തളർച്ചയും കാഴ്ചക്കുറവും വേദനയും ഒക്കെ അനുഭവപ്പെടും. ഇപ്പോൾ ഇതിന്റെ വിഷത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ പഠിക്കുന്നുണ്ട്. ദി അസാസിൻ ബഗ്. ആഫ്രിക്കയിലും ഏഷ്യയിലുമൊക്കെ കാണപ്പെടുന്ന ഈ പ്രാണി ഉപയോഗിക്കുന്ന രീതി വളരെ പേടിപ്പെടുത്തുന്നതാണ്. അപകടം വരുമ്പോൾ ഇവൻ ഓടാറില്ല. മൃതദേഹങ്ങൾ വെച്ച് ഒരു കവചമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ദേഹത്ത് ധരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉറുമ്പുകളെയും മറ്റു വണ്ടുകളെയും ഒക്കെ പിടിക്കുന്ന ഒരു വേട്ടക്കാരനാണിവൻ. ഇതിന്റെ കൂർത്ത മൂക്ക് ശത്രുവിന്റെ ദേഹത്തേക്ക് കുത്തിയിറക്കി ഒരു എൻസൈം അകത്തേക്ക് വിടും. ഈ ദ്രാവകം കാരണം ശത്രുവിന്റെ ഉള്ളിലെ മാംസം അലിഞ്ഞുപോകും. അതോടെ അത് വലിച്ചെടുത്ത് ഈ പ്രാണി കുടിക്കും. ബാക്കി വരുന്നത് വെറും കൂട് മാത്രമായിരിക്കും. പക്ഷേ ആ കൂട് ഇവൻ വെറുതെ കളയില്ല. കാലിലെ ഹുക്കുകൾ ഉപയോഗിച്ച് ഈ മൃതദേഹങ്ങൾ ഇവൻ സ്വന്തം മുതുകിലേക്ക് അടുക്കി വയ്ക്കും. ചിലർ 30 മുതൽ 50 വരെ മൃതദേഹങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി മുതുകിൽ കൊണ്ട് നടക്കും. ഇത് ശത്രുക്കളെ കൺഫ്യൂഷനാക്കുകയും പ്രാണിയെ സുരക്ഷിതമായി നിർത്തുകയും ചെയ്യും. ഇതിനും അതിശയിപ്പിക്കുന്ന കാര്യം ഈ സ്വഭാവം ജനിച്ചപ്പോൾ മുതൽ ഇവർക്കുണ്ട് എന്നതാണ്. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ ഈ മൃതദേഹ കവചമുണ്ടാക്കി തുടങ്ങും. ഇതവരുടെ സ്വഭാവത്തിലുള്ളതാണ്. ദി ഇലക്ട്രിക് ഈൽ. ആമസോൺ നദിയിലെ വെള്ളത്തിൽ നഖമോ പല്ലോ വിഷമോ ഒന്നുമില്ലാതെ തന്നെ സ്വയം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ജീവിയുണ്ട്. ഇത് നിങ്ങളെ തൊടുക പോലും വേണ്ട. ശരീരം ഒന്ന് അനക്കിയാൽ മാത്രം മതി. ഒരു കുതിരയെ പോലും വീഴ്ത്താനോ ശത്രുവിന്റെ ഹൃദയമിടിപ്പ് നിർത്താനോ ശേഷിയുള്ള ശക്തമായ ഷോക്ക് ഇത് പുറപ്പെടുവിക്കും. ഇതാണ് ഇലക്ട്രിക് ഈൽ. സത്യത്തിൽ ഇതൊരു ഈലല്ല, ഒരു തരം നൈഫ് ഫിഷാണ്. കരണ്ട് തന്നെയാണ് ഇതിന്റെ പവർ. ഈ മീനിന്റെ ശരീരത്തിൽ വൈദ്യുതി ഉണ്ടാക്കുന്ന 3 പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഇതിൽ ഇലക്ട്രോസൈറ്റുകൾ എന്ന് വിളിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞു കോശങ്ങളുണ്ട്. ഇവയെല്ലാം ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ ഒരു ബാറ്ററി പോലെ ഇത് മാറും. ഏകദേശം 860 വോൾട്ട് വരെ ഷോക്ക് നൽകാൻ ഇതിന് പറ്റും. ഒരു ജീവിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഷോക്കാണിത്. ഇലക്ട്രോഫോറസ് വോൾട്ടായി എന്ന ഇനത്തിന് ഇത്രയും വലിയ ഷോക്ക് കൊടുക്കാൻ കഴിവുള്ളതെന്ന് 2019 ശാസ്ത്രജ്ഞർ കണ്ടെത്തി. പേടി തോന്നുമ്പോൾ ഈ മീൻ സെക്കൻഡിൽ പലതവണ വൈദ്യുതി പ്രവഹിപ്പിക്കും. മീനുകളെ മരവിപ്പിക്കാനും ശത്രുക്കളെ ഓടിക്കാനും ഇത് മതി. ചിലപ്പോൾ വലിയ മൃഗങ്ങളെയും മനുഷ്യരെയും വരെ ഇത് അപകടത്തിലാക്കും. ഈൽ ഇത്രയും അപകടകാരിയാകാൻ മറ്റൊരു കാരണമുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് കരണ്ടിന്റെ പവർ മാറ്റാൻ ഇതിനു പറ്റും. ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയാൻ കുറഞ്ഞ പവറിലുള്ള കരണ്ട് മതി. എന്നാൽ ആക്രമിക്കേണ്ടി വരുമ്പോൾ നല്ല പവർഫുൾ ഷോക്ക് പുറത്തുവിടും. ശത്രു അടുത്തുണ്ടെങ്കിൽ പവർ വെറുതെ കളയാതെ കൃത്യമായി ഇത് ഷോക്ക് ഏൽപ്പിക്കും. ഇതിനായി പലപ്പോഴും ശത്രുവിന്റെ ചുറ്റും ഇത് ചുരുണ്ടുകൂടും. ഇത് വെറുമൊരു ചെറിയ ഷോക്കല്ല. മസിലുകളുടെ നിയന്ത്രണം കളയാനും ശ്വാസം മുട്ടിക്കാനും ഹൃദയമിടിപ്പ് നിർത്താനും ഇതിന് കഴിയും. പുഴയിൽ വെച്ച് ഈ ഷോക്കേറ്റ് കുതിരകൾ വെള്ളത്തിൽ വീണ് മരിച്ച സംഭവങ്ങളുണ്ട്. നായ്കളും ഇങ്ങനെ ചത്തുപോയിട്ടുണ്ട്. ബോധമറിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി മനുഷ്യരും മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈൽ എപ്പോഴും കരണ്ട് ഉപയോഗിക്കാറില്ല. വൈദ്യുതി ഉണ്ടാക്കാൻ വലിയ എനർജി വേണ്ടിവരും. അതുകൊണ്ട് അത് ശത്രുവിനെ നിരീക്ഷിച്ച് കാത്തിരിക്കും. എന്നിട്ടും പോകുന്നില്ലെങ്കിൽ ശരീരം ഒരു എസ് ഷേപ്പിൽ വളച്ച് ഷോക്കടിക്കും. മുതലകളും വലിയ മീനുകളുമൊക്കെ ഈ വലിപ്പമുള്ള ഈലുകളെ കണ്ടാൽ മാറിപ്പോകും. അവ വളരുന്നതനുസരിച്ച് പവറും കൂടും. ഒരൊറ്റവട്ടം ഷോക്ക് കിട്ടിയാൽ പിന്നെ ഒരു മൃഗവും ഇതിൻ്റെ അടുത്തേക്ക് വരില്ല. പക്ഷേ മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ കരണ്ട് ഉപയോഗിച്ച് സംസാരിക്കാനും ഇവർക്ക് സാധിക്കും. കരണ്ട് ഉപയോഗിച്ച് ഇവർ തമ്മിൽ സിഗ്നലുകൾ അയക്കുകയും ആഹാരം തേടുകയുമൊക്കെ ചെയ്യും. ശാസ്ത്രജ്ഞർ ഈ വൈദ്യുതിയെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ഉപകരിക്കുന്ന ബാറ്ററികൾ ഇതുവഴി ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ്. ഒറ്റനോട്ടത്തിൽ കടലിന്റെ അടിയിൽ കിടക്കുന്ന മുള്ളു നിറഞ്ഞ ഒരു കുഞ്ഞൻ പന്ത് പോലെ തോന്നും. ഇതിന് വേഗതയില്ല, ശബ്ദമില്ല, കാണാൻ അത്ര പേടി തോന്നുകയുമില്ല. പക്ഷേ അറിവില്ലാതെ ഇതിൻ്റെ അടുത്ത് ചെല്ലുന്നവർക്ക് വേഗം പണി കിട്ടും. സീ അർച്ചിൻ്റെ മുള്ളുകൾ തൊലി തുളച്ചു കയറാൻ ശേഷിയുള്ളതാണ്. അതുമാത്രമല്ല, അതിൽ വിഷവും കുഞ്ഞു കൊളുത്തുകളും ഒക്കെയുണ്ട്. ഇതൊരു പക്ക വാർ മെഷീൻ പോലെയാണ്. മുള്ളുകൾ വെറുതെ അലങ്കാരത്തിന് ഇരിക്കുന്നതല്ല.
ഇവയ്ക്ക് സ്വന്തമായി അനങ്ങാൻ പറ്റും. ഓരോ മുള്ളിൻ്റെയും താഴെയായി കുഞ്ഞു പേശികളുണ്ട്. അതുകൊണ്ട് ഏതു വശത്തേക്കും മുള്ളുകൾ തിരിക്കാൻ ഇതിന് പറ്റും. അതായത് ഒരു മീൻ അടുത്തേക്ക് വന്നാൽ മുള്ളുകൾ ആ മീനിൻ്റെ അടുത്തേക്ക് തിരിയും. ആരെങ്കിലും കടിക്കാൻ വന്നാൽ ഈ മുള്ളുകൾ കൊണ്ട് അത് തിരിച്ചു കുത്തും. ഇതിന് വലിയ ബുദ്ധിയൊന്നുമില്ല, പക്ഷേ ഇത് കൃത്യമായി പ്രവർത്തിക്കും. കൂടാതെ മുള്ളുകൾക്കിടയിൽ കുഞ്ഞു കൊടിലുകൾ പോലെ ചില ഭാഗങ്ങളുണ്ട്. ഇത് ശത്രുക്കളുടെ ദേഹത്ത് കടിച്ചു തൂങ്ങുകയും വിഷം കുത്തിവയ്ക്കുകയും ചെയ്യും. ശത്രു ഇതിൻ്റെ കടിയേറ്റ് വേദന കൊണ്ട് പൊളയും. ചിലത് മണിക്കൂറുകളോളം ശത്രുവിൻ്റെ ദേഹത്ത് കടിച്ചു തൂകും. ഇനി ലോങ് സ്പൈൻഡ് എന്ന ഇനമുണ്ടെങ്കിൽ പണി വേറെയും കിട്ടും. ഇതിൻ്റെ മുള്ളുകൾക്ക് സൂചി പോലെ കനം കുറവാണ്. ഇത് ദേഹത്ത് തറച്ചാൽ അപ്പോൾ തന്നെ ഒടിഞ്ഞു പോകും. എന്നിട്ട് ആ കഷ്ണങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇത് മാറ്റാൻ ചിലപ്പോൾ ഓപ്പറേഷൻ തന്നെ വേണ്ടിവരും. ഈ വേദന ഒരു തീ പൊള്ളുന്നത് പോലെയാണെന്നാണ് പലരും പറയുന്നത്. ഇവ കടലിൻ്റെ പലയിടത്തും മൈൻ പോലെ നിരന്നു കിടപ്പുണ്ടാകും. ഈ മുള്ളുകൾ ഒടിഞ്ഞാലും അത് പെട്ടെന്ന് വളരുമെന്നതാണ് മറ്റൊരു ഗുണം. മനുഷ്യൽ പലപ്പോഴും അറിയാതെ ഇതിൻ്റെ പുറത്ത് ചവിട്ടാറാണ് പതിവ്. ഡൈവിംഗ് ചെയ്യുമ്പോഴോ വെള്ളത്തിൽ നടക്കുമ്പോഴോ ഒക്കെ ഇത് സംഭവിക്കാം. മുള്ളുകൾ ശരീരത്തിൽ തറച്ചുപോയാൽ ആഴ്ചകളോളം വേദനയും അസ്വസ്ഥതയും ഉണ്ടാകും. എങ്കിലും സീ അർച്ചിൻ ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിക്കാറില്ല. പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ. ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷമുള്ള ജീവികളിൽ ഒന്നാണ്. കടും മഞ്ഞ, നീല, ചുവപ്പ്, പച്ച തുടങ്ങിയ ആകർഷകമായ നിറങ്ങളിൽ കാണപ്പെടുന്ന ഇവയുടെ ശാരീരിക പ്രത്യേകത ശത്രുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഏകദേശം 1 മുതൽ 6 സെന്റിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ള ഈ കുഞ്ഞൻ തവളകൾ പകൽ സമയത്താണ് ഇരതേടുന്നത്. ഇവ സ്വന്തമായി വിഷം ഉൽപ്പാദിപ്പിക്കുന്നില്ല, മറിച്ച് ഇവ ആഹാരമാക്കുന്ന വിഷാംശമുള്ള ഉറുമ്പുകൾ, ചിലന്തികൾ, വണ്ടുകൾ എന്നിവയിൽ നിന്നാണ് വിഷം ശേഖരിക്കുന്നത്. അതിനാൽ മൃഗശാലകളിൽ വളർത്തുന്നവ വിഷമുള്ളവയാകാറില്ല. ഇവയിൽ ഏറ്റവും അപകടകാരിയായ ഗോൾഡൻ പോയ്സൺ ഫ്രോഗിന് 10 മുതിർന്ന മനുഷ്യരെ കൊല്ലാൻ ശേഷിയുള്ള വിഷമുണ്ട്. ദക്ഷിണാമേരിക്കയിലെ ആദിവാസികൾ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന അമ്പുകളുടെ അറ്റത്ത് ഈ തവളകളുടെ വിഷം പുരട്ടിയിരുന്നതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഭൂരിഭാഗം വർഗ്ഗങ്ങളും നിലത്ത് വസിക്കുന്നവയാണെങ്കിലും ചില വർഗ്ഗങ്ങൾ മരങ്ങളിലും ബ്രോമിലിയാഡ് ചെടികൾക്കിടയിലും ആവാസമുറപ്പിക്കുന്നു. വനനശീകരണവും അനധികൃത കടത്തും കാരണം ഇന്ന് ഈ അത്ഭുത ജീവികൾ വലിയ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ശാസ്ത്രലോകത്തിന് ഇവയുടെ വിഷം വൈദ്യശാസ്ത്ര രംഗത്തും ഏറെ സഹായകരമാണ്. ഉദാഹരണത്തിന് എപ്പിപെഡോബേറ്റസ് ട്രൈകളർ എന്ന ഇനം തവളയിൽ നിന്ന് മോർഫിനേക്കാൾ 200 മടങ്ങ് വീര്യമുള്ള വേദന സംഹാരികൾ വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഏകദേശം 170ഓളം വ്യത്യസ്ത വർഗ്ഗങ്ങളിൽ കാണപ്പെടുന്ന ഈ കുഞ്ഞൻ തവളകൾക്ക് 3 മുതൽ 15 വർഷം വരെയാണ് ആയുസ്. വായുവിലൂടെയുള്ള ശബ്ദങ്ങൾ വഴി പരസ്പരം ആശയവിനിമയം നടത്താനും തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാനും ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഈ കൂട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ജീവി ഏതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതും കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.